എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ വരുമാനമായി ലഭിച്ച 7.5 കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തിയില്ലെന്ന് ഓഡിറ്റിൽ കണ്ടെത്തൽ. 2021 മുതൽ 361 ചെക്കുകളിൽ നിന്നായി ലഭിച്ച പണമാണ് അക്കൗണ്ടിൽ എത്താതിരുന്നത്. 2023 മുതലുള്ള 137 ചെക്കുകളിലെ പണവും അക്കൗണ്ടിൽ എത്തിയില്ല. ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയില്ല എന്നാണ് ഓഡിറ്റ് വകുപ്പ് അറിയിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, 7.5 കോടി രൂപയാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നതാണ്. 2021 മുതൽ ഇത് സംഭവിക്കുന്നു എന്നതാണ്. ഇത് വലിയ ക്രമക്കേട് എന്ന തരത്തിലേക്കാണോ വിലയിരുത്തൽ? അനുജ, വലിയ ക്രമക്കേട് തന്നെ നടന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത്. അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഡിറ്റിലാണ് ഇത്ര വലിയ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര. അവിടെയാണ് ഈ പണം നഗരസഭയ്ക്ക് കിട്ടിയിട്ടും അത് നഗരസഭയുടെ അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അതും 361 ചെക്കുകളാണ് പണം നൽകി എന്ന് കാണിച്ച് വാങ്ങുകയും ആ പണം സർക്കാരിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ആര് വാങ്ങി, ഏത് അക്കൗണ്ടിലേക്ക് നൽകി എന്നതിനൊന്നും തെളിവുകൾ ഹാജരാക്കാൻ നഗരസഭയിലെ അക്കൗണ്ട്സ് വിഭാഗത്തിന് സാധിച്ചില്ല എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട വിശദീകരണങ്ങളും ഇവർ നൽകിയിട്ടില്ല. ഇതിനു പുറമെ 2023 ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് 22 ലക്ഷം രൂപ പണമായി ഓരോ കമ്മിറ്റികളും വാങ്ങിയതും അത് കൈപ്പറ്റിയതിന് ഒരാൾ തന്നെ പല വൗച്ചറുകളിൽ ഒപ്പിട്ട് നൽകിയിരിക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം വ്യാജ വൗച്ചറുകളാണ് എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു ക്രമക്കേടിന്റെ പരമ്പരയാണ് ഓഡിറ്റ് വിഭാഗം തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഈ പണം ഈടാക്കാനും നിലവിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ ക്രമക്കേടിന്റെ വിശദാംശങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 7.5 കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തിയില്ല. 2021 മുതലുള്ള കണക്കാണിത്. 2023-ലും ഈ തരത്തിലേക്ക് പണം അക്കൗണ്ടിൽ എത്താത്തതുണ്ട്. ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകണം. അതല്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഈ തുക ഈടാക്കും എന്നുള്ളതാണ് നിലപാട്.